സംഘപരിവാറിന്റെ NDAയുടെ തീവ്രവാദ രാഷ്ട്രീയത്തെ, ജനാധിപത്യ ദംശനത്തെ, വോട്ട് മോഷണത്തെ ബീഹാറിൽ തുറന്നു കാണിക്കാൻ കഴിയുമെന്നും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബീഹാർ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള സുവർണ അവസരമാണ് ബീഹാറിലെ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യ സഖ്യം ക്യാമ്പയിനിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ മുന്നേറ്റവുമായി ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ മുൻതൂക്കം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വോട്ടറധികാർ യാത്ര നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും ഒരേപോലെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിക്ക് ബീഹാർ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതായത് രാഹുൽ ഗാന്ധി നടത്തിയ 16 ദിവസത്തോളം നീണ്ട വോട്ടറധികാർ യാത്രയിലൂടെ വലിയ മുന്നേറ്റമാണ് ബീഹാറിൽ അദ്ദേഹം നടത്തിയത്.